നമുക്കറിയാം ഇമിഗ്രൻസിന്റെ നമ്പർ ഭയങ്കര ഹൈ ആണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു കമ്പനിയിൽ സ്പോൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രൈ ചെയ്യുന്ന ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒരു സൈഡിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന COS ജെന്യൂൻ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ COS ജെന്യൂൻ ആണോ എന്നറിയാൻ കുറച്ചൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ കമ്പനി രജിസ്റ്റേർഡ് ആണോ നോക്കണം. ഇപ്പോൾ കമ്പനി ഹൗസ് പോയി കഴിഞ്ഞാൽ കമ്പനി നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പനി ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, കമ്പനി രജിസ്റ്റേർഡ് അഡ്രസ് എവിടെയാണ്, ആരാണ് ഇതിന്റെ ഡയറക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും കമ്പനി ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കമ്പനി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്പോൺഷിപ്പ് ലൈസൻസ് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്ക് സ്പോൺഷിപ്പ് ലൈസൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പലപ്പോഴും കമ്പനി രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന നെയിമും അതുപോലെ തന്നെ ട്രേഡിംഗ് നെയിമും ഡിഫറെന്റ് ആയിരിക്കും. ഇന്റർവ്യൂവിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടോ നിങ്ങളുടെ സ്പോൺസറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പനി, അതായത് കമ്പനി നെയിമും ട്രേഡിംഗ് നെയിമും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഹൗസ് പോയി ആ കമ്പനി ജെന്യൂൻ ആണോ, ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സെയിം ആണോ എന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ജോബ് ഓഫറും അതുപോലെ തന്നെ COSൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും മാച്ച് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന സാലറി, ജോബ് ടൈറ്റിൽ, SOC കോഡ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, വർക്കിംഗ് അവേഴ്സ്, അതുപോലെ തന്നെ കമ്പനി രജിസ്റ്റേർഡ് അഡ്രസ്. വർക്കിംഗ് അഡ്രസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ചിലപ്പോൾ ലണ്ടൻ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ബ്രാഞ്ച്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന അഡ്രസ് കിടക്കുന്നത് ബർമിംഗ്ഹാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് അഡ്രസ് എവിടെയാണോ അത് മാച്ച് ചെയ്യുക, അത് നിങ്ങൾ പ്രോപ്പർ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഒരു COS അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 months ആണ്. അതായത് നിങ്ങളിപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്നത് Jan 1, 2025 ആണെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് 31 March 2025. അതായത് എപ്പോഴാണ് COS നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന അസൈൻ ഡേറ്റും അതുപോലെ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റും ശ്രദ്ധിക്കണം. വേറൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ COSന്റെ ഫോണ്ടും അതുപോലെ തന്നെ സൈസും, അതായത് എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഫോർജറി നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോണ്ടിലും കാര്യത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാൻ പറ്റും. COS ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് C. ഒരു COS നമ്പർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് C ആണ്. അതിന് 11 ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച 12 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഫേക്ക് ആണെന്ന്. സോ എപ്പോഴും COSന്റെ നമ്പേഴ്സ്, അതായത് 11 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് C. അതുപോലെ തന്നെ നിങ്ങൾ സ്പോൺസർ A-rated ആയിരിക്കണം. ഒരു A-rated സ്പോൺസേഴ്സിന് മാത്രമേ ഒരു കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതായത് ചിലപ്പോൾ ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് കംപ്ലയിൻസ് പാർട്ട്, അതായത് കംപ്ലയിൻസ് ചെക്ക് നടത്താറുണ്ട്. ആ കംപ്ലയിൻസ് പാർട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ സ്പോൺസറിന്റെ റേറ്റ്, അതായത് A-rate നിന്ന് B-rate പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ B-rateലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പോൺസർ A-rated ആണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ COS വേണമെങ്കിൽ സ്പോൺസറിനെ വിഡ്രോ ചെയ്യാം. സോ ബിഫോർ സബ്മിറ്റിംഗ് സ്കിൽ വർക്കർ വിസ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, COS ഇപ്പോഴും വാലിഡ് ആണോ, അത് വിഡ്രോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു COS അസൈൻ ചെയ്യുമ്പോൾ ഹോം ഓഫീസ് ഫീസ് കൊടുക്കാനുണ്ട്. ആസ് പെർ ന്യൂ റൂൾ ആ ഫീസ് കൊടുക്കേണ്ട ഡ്യൂട്ടി സ്പോൺസറിന്റെ ആണ്, കാൻഡിഡേറ്റിന്റെ അല്ല. കാൻഡിഡേറ്റിന്റെ അടുത്ത് അത് വാങ്ങാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്ട് റൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഹൗസിൽ രജിസ്റ്റർ ചെയ്ത നെയിമും അതുപോലെ തന്നെ ട്രേഡിംഗ് നെയിമും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കമ്പനി നെയിം അടിയിൽ, ട്രേഡിംഗ് ആസ് വേറൊരു പേര്. നിങ്ങളുടെ സ്കിൽ വർക്കർ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോൺഷിപ്പ് ലൈസൻസ് നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് പ്രോപ്പർലി അത് ട്രേഡിംഗ് ആസ് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ നെയിം ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അത് ആപ്ലിക്കേഷനിൽ വരും. സോ അതും ക്രോസ് ചെക്ക് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾ സ്പോൺസറിന്റെ അടുത്ത് ചോദിച്ച് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ സ്പോൺസർ ജെന്യൂൻ ആണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ ക്ലാരിഫിക്കേഷൻ തരും. സോ നിങ്ങൾ എന്ത് ഇമിഗ്രേഷൻ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് പ്ലീസ് ടേക്ക് പ്രോപ്പർ ഇമിഗ്രേഷൻ അഡ്വൈസ്. താങ്ക് യു.